എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ 50 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന 50 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ലെക്ചർ സീരീസ് നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 12 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ലെക്ചർ ക്ലാസ്സസിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിന് ഒരു പെയ്ഡ് പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ടുകളുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആക്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ടുകളുണ്ട്. അതുപോലെ തന്നെ 5 മോക്ക് ടെസ്റ്റ്, ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ 5 മോക്ക് ടെസ്റ്റുകളുടെ PDF വിത്ത് സൊല്യൂഷൻ ആയിട്ടുള്ള PDFും ഈ ഒരു പെയ്ഡ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് 300 രൂപയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺടാക്ട് നമ്പറിലൂടെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതലും നമ്മുടെ ലെക്ചർ സീരീസും അതുപോലെ തന്നെ പെയ്ഡ് നോട്ട്സിനും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമല്ല, ഇനി കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഫുൾ സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ കവർ ചെയ്യാത്ത ടോപ്പിക്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു റിവിഷൻ വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളിപ്പം വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയലാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ഏത് സ്റ്റേജ് വരെ എത്തി എന്നൊന്ന് അസസ് ചെയ്യാനും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ 1-2 ലെക്ചർ വീഡിയോസിനകത്ത് പലപ്പോഴും ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലും ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നമ്മൾ മാക്സിമം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് regarding the following Kerala government initiatives for protection of women is or are correct? ഒന്നുകൂടെ വായിക്കാം. Which are the following statements regarding the following Kerala government initiatives for the protection of women is or are correct? കേരള ഗവൺമെൻറ്റിൻ്റെ വുമൻ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സ് ആണ് ഇവിടെ താഴെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയേ. കാതോർത്ത് is an online consultation program for women commenced in February 2019 aimed at resolving their various issues through counseling, legal aid and police assistance. അതായത് കാതോർത്ത് is an online consultation program for women commenced in February 2019 aimed at resolving their various issues through counseling, legal aid and police assistance. കാതോർത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്നേഹിത is a gender-based violence management center that provides social and psychological support to the victims. സ്നേഹിത is a gender-based violence management center that provides social and psychological support to the victims. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ കാതോർത്ത് എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന കുറേ കറക്റ്റാണ്, കുറച്ച് ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. സ്ത്രീകൾ നേരിടുന്ന പല ടൈപ്പ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ പ്രോഗ്രാമാണ് കാതോർത്ത്. അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ട്, ലീഗൽ എയ്ഡ് ഉണ്ട്, പോലീസ് അസിസ്റ്റൻസും ഉണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാകും, കാരണം ഇതിൻ്റെ ഇയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഈ പറയുന്ന കാതോർത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 2021 2019 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓവറോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻ്ററിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. കേരള ഗവൺമെൻറ് ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഈ പറയുന്ന വുമൻ വിക്ടിംസിന് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ പേര് സ്നേഹിത എന്നല്ല, അതിൻ്റെ പേര് ഭൂമിക എന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെൻറ്റ് സെൻ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഭൂമിക എന്നാണ്, സ്നേഹിത എന്നല്ല, ഭൂമിക എന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2. കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്പാർക്ക് is an e-governance initiative of Kerala government. Here R in Spark stands for
സ്പാർക്ക് എന്ന് പറയുന്ന ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ആണ്. ഈ പറയുന്ന സ്പാർക്ക് എന്ന വാക്കിനകത്ത് ഈ പറയുന്ന SPARK അതായത് സ്പാർക്ക് എന്ന വാക്കിനകത്ത് R എന്ന അക്ഷരം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഇതിനകത്ത് R എന്ന വാക്ക് സ്റ്റാൻഡ് ചെയ്യുന്നത് റിപ്പോസിറ്ററി എന്നാണ്. R സ്റ്റാൻഡ്സ് ഫോർ റിപ്പോസിറ്ററി. സോ സ്പാർക്ക് എന്ന ആ വാക്കിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഫുൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. അതാണ് സ്പാർക്ക് എന്നതിൻ്റെ ഫുൾ ഫോം. സോ അപ്പോൾ R എന്ന് പറയുന്നത് റെപ്പോസിറ്ററി ആണ്. R സ്റ്റാൻഡ്സ് ഫോർ റെപ്പോസിറ്ററി. ഇതെന്ന് പറഞ്ഞാൽ പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കുറേയും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്, ലൈക്ക് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ആണ്. സോ സ്പാർക്ക് എന്ന് പറയുന്നത് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മൂന്നാമത്തെ ചോദ്യം നോക്കി. Which of the following activities shall be prohibited within the wetlands as per section 4 of Wetlands Conservation and Management Rules 2017? ഒന്നും കൂടെ വായിക്കാം. Which of the following activities shall be prohibited within the wetlands as per section 4 of Wetlands Conservation and Management Rules 2017? വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വെറ്റ്ലാൻഡ്സ്. സോ നമ്മൾ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സിലും അതുപോലെ നോട്ടിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പോയ സമയത്ത് ഈ പറയുന്ന വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017 പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ അതിനകത്ത് സെക്ഷൻ 4 ഓഫ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് എന്ന് പറയുന്നത് ഈ വെറ്റ്ലാൻഡ്സിന് ചുറ്റുപാട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. സോ അതിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഈ പറയുന്ന സെക്ഷൻ 4 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Which of the following activities shall be prohibited within the wetlands as per section 4 of Wetland Conservation and Management Rules 2017? So first statement is setting up of any industry. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്. മൂന്നാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ബോട്ട് ജെട്ടീസ് വിത്തിൻ 50 meters ഫ്രം ദി മീൻ ഹൈ ഫ്ലഡ് ലെവൽ ഒബ്സർവ്ഡ് ഇൻ ദ പാസ്റ്റ് 10 years കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസ്. ഒന്നും കൂടെ വായിക്കാം. Construction of boat jetties within 50 meters from the mean high flood level observed in the past 10 years calculated from the date of commencement of these rules. So നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ ഫോർ നോൺ വെറ്റ്ലാൻഡ് യൂസസ് ഇൻക്ലൂഡിംഗ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് എനി കൈൻഡ്. സോ 4 ടൈപ്പ് ആക്ടിവിറ്റിയാണ് ഇവിടെ 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സെറ്റിംഗ് അപ്പ് ഓഫ് എൻ ഇൻഡസ്ട്രി, അത് പ്രൊഹിബിറ്റഡ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. സോ അപ്പം ഒരു ടിക്കിടാം. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്, അതും ഈ പറയുന്ന പ്രൊഹിബിറ്റഡ് ലിസ്റ്റിനകത്ത് ഉള്ളതാണ്, അതുകൊണ്ട് അതും ടിക്കിടാം. മൂന്നാമത്തേത് കൺസ്ട്രക്ഷൻ ഓഫ് ബോട്ട് ജെട്ടീസ് വിത്തിൻ 50 meters ഫ്രം ദ മീൻ ഹൈ ഫ്ലഡ് ലെവൽ. ഇത് ആക്ച്വലി ഒരു എക്സെംഷനാണ്. പ്രൊഹിബിറ്റഡ് ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഒരേ ഒരു എക്സെംഷനാണ് ഈ പറയുന്ന ബോട്ട് ജെട്ടീസിനുള്ള ഒരു കൺസ്ട്രക്ഷൻ. സോ വെറ്റ്ലാൻഡ്സിൻ്റെ കോർ ഏരിയയിൽ പോലും അല്ലെങ്കിൽ വിത്തിൻ 50 meters പോലും ബോട്ട് ജെട്ടീസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സെംഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വരത്തില്ല. നാലാമത്തെ നോക്കി, കൺവേർഷൻ ഫോർ നോൺ വെറ്റ്ലാൻഡ് യൂസസ് ഇൻക്ലൂഡിംഗ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് എനി കൈൻഡ്. അത് വളരെ ഈസി ആയിട്ട് ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് എന്തായാലും പ്രൊഹിബിറ്റഡ് ലിസ്റ്റിനകത്ത് വരുന്നതാണ്. സോ ഇതിൽ പ്രൊഹിബിറ്റഡ് ലിസ്റ്റിനകത്തുള്ളത് 1, 2, 4 ആണ്. സോ ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 4 only. താഴെ സെക്ഷൻ 4 കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എനി കൺസ്ട്രക്ഷൻ ഓഫ് എ പെർമനൻറ്റ് നേച്ചർ എക്സെപ്റ്റ് ഫോർ ബോട്ട് ജെട്ടീസ് വിത്തിൻ 50 meters ഫ്രം ദ മീൻ ഹൈ ഫ്ലഡ് ലെവൽ ഒബ്സർവ്ഡ് ഇൻ ദ പാസ്റ്റ് 10 years കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസ് ഷാൽ ബി പ്രൊഹിബിറ്റഡ്. സോ നാലാമത്തെ ചോദ്യം നോക്കി, സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള, സ്വാക്ക് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡാഷ് ഓഫ് ദി വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017. സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡാഷ് ഓഫ് ദി വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017. സോ വീണ്ടും വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. സോ നമുക്കറിയാം വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഈ പറയുന്ന ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് സ്ഥാപിക്കുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ സെക്ഷൻസ് പ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള ഏത് സെക്ഷൻ പ്രകാരമാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ചോദ്യം. സോ ഇതിന് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 5(1) പ്രകാരമാണ് സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഓഫ് കേരള സ്ഥാപിച്ചിട്ടുള്ളത്. സോ ഇനിയിപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നോക്കാം.
Tetra PDS is an e-governance initiative of Kerala government for automating the activities of the offices of. Tetra PDS എന്ന് വൃത്തിയായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഏകദേശം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. So Tetra PDS is an e-governance initiative of Kerala government for automating the activities of the offices of. സോ കേരള ഗവൺമെൻറ്റിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഓഫീസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടെട്രാ PDS എന്ന് പറയുന്ന ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. PDS എന്ന വാക്ക് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സോ ടെട്രാ PDS എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ആണ്. സോ അത് തീർച്ചയായിട്ടും ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത് സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസസ് ആയിരിക്കുമല്ലോ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. സോ ടെട്രാ PDSന് ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്പെറൻറ്റ് റേഷനിങ് ആൻഡ് അലൊക്കേഷൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ആറാമത്തെ ചോദ്യം നോക്കി, ഇത് ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ലിറ്ററസി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ടോപ്പിക്കാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ലിറ്ററസി ഇൻ ഇന്ത്യ ആസ് പെർ സെൻസസ് 2011 ഈസ് ഓർ ആർ കറക്റ്റ്? ലിറ്ററസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, കേരള ഹാസ് ദി ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ അറ്റ് 94.5%. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിഗറാണ്. സോ ഇത് ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയെ, ബീഹാർ ഹാസ് ദ ലീസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ അറ്റ് 61.80%. ഓഫ് എന്നല്ല, അറ്റ് എന്നാണ് വരുന്നത്. ബീഹാർ ഹാസ് ദ ലീസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ അറ്റ് 61.80%. ഇത് സെൻസസ് 2011 പ്രകാരമുള്ള ഫൈൻഡിങ്സ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയെ, നിപുൺ ഭാരത് മിഷൻ ഡീൽസ് വിത്ത് ഇംപ്രൂവിങ് അഡൾട്ട് ലേണിംഗ് ആൻഡ് അഡൾട്ട് ലിറ്ററസി ഇൻ ഇന്ത്യ. നിപുൺ ഭാരത് മിഷൻ എന്തിനെ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നിപുൺ ഭാരത് മിഷൻ ഡീൽസ് വിത്ത് ഇംപ്രൂവിങ് അഡൾട്ട് ലേണിംഗ് ആൻഡ് അഡൾട്ട് ലിറ്ററസി ഇൻ ഇന്ത്യ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ഫോർ ദ പീരീഡ് ഫിനാൻഷ്യൽ ഇയേഴ്സ് 2022 to 2027 to cover all the aspects of adult education. സോ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. സോ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത്. പക്ഷേ ആ ലിറ്ററസി റേറ്റിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94% ആണ്. 94.5 അല്ല, 94% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി കറക്റ്റാണ്. ബീഹാറിലാണ് ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് ഉള്ളത്. ആ ഒരു ഫിഗറും കറക്റ്റാണ്. 61.80 ആണ്. സെൻസസ് 2011 പ്രകാരമുള്ള ഫിഗർ അനുസരിച്ച് 61.80 ആണ് ബീഹാറിൻ്റെ ലിറ്ററസി റേറ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളി കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിപുൺ ഭാരത് മിഷനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നിപുൺ ഭാരത് മിഷൻ എന്താണെന്ന് അറിയെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. സോ നിപുൺ ഭാരത് മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. കാരണം നിപുൺ ഭാരത് മിഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ ലിറ്ററസിയും ഫൗണ്ടേഷണൽ ന്യൂമറസിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. ഇതെന്ന് പറയുന്നത് 3ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 3ാം ക്ലാസ് എത്തുന്നതോടെ സോ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ന്യൂമറസി സ്കിൽസും ലിറ്ററസി സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. സോ ഇത് അഡൽട്ട് ലിറ്ററസി അല്ല, കുട്ടികളുടെ ഫൗണ്ടേഷൻ ലിറ്ററസിയും അതുപോലെ തന്നെ ഫൗണ്ടേഷണൽ ന്യൂമറസി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കീമാണ്. അഡൽട്ട് ലേണിങ്ങിനുള്ള സ്കീമല്ല. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈയിടെ അപ്രൂവ് ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ അതിൻ്റെ ഒരു അത് ഈ പറയുന്ന ഫിനാൻഷ്യൽ 2022 മുതൽ 2027 വരെയാണ് ഇതിൻ്റെ കാലാവധി. സോ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ഫോർ ദ പീരീഡ് ഫിനാൻഷ്യൽ ഇയേഴ്സ് 2022 to 2027 ടു കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ. സോ അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ഈ ഒരു ചോദ്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. 2 and 4 only. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94% ആണ്. പിന്നെ നിപുൺ ഭാരത് മിഷൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. അതായത് ഫൗണ്ടേഷണൽ ലിറ്ററസിയും ഫൗണ്ടേഷണൽ ന്യൂമറസിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. ബൈ ദ എൻഡ് ഓഫ് ഗ്രേഡ് 3ക്കുള്ളിൽ കുട്ടികൾക്ക് ഈ പറയുന്ന ഫൗണ്ടേഷണൽ ന്യൂമറസിയും ഫൗണ്ടേഷണൽ ലിറ്ററസിയും സോ ആ ഒരു സ്കിൽ സെറ്റ് അവർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറയുന്ന നിപുൺ ഭാരത് മിഷൻ. ഏഴാമത്തെ ചോദ്യം നോക്കി, ഇതും ലിറ്ററസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ലിറ്ററസി റിലേറ്റഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഈസ് ഓർ ആർ ട്രൂ? Which are the following statements regarding
ലിറ്ററസി റിലേറ്റഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഈസ് ഓർ ആർ ട്രൂ. കേരളത്തിൻ്റെ ലിറ്ററസി റിലേറ്റഡ് അച്ചീവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. കേരള വാസ് ഡിക്ലെയർഡ് ആസ് എ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓൺ April 20, 1991. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോട്ടയം മുനിസിപ്പൽ ടൗൺ വാസ് ഡിക്ലെയർഡ് ആസ് എ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് മുനിസിപ്പൽ ടൗൺ ഇൻ ഇന്ത്യ. കോട്ടയം മുനിസിപ്പൽ ടൗൺ വാസ് ഡിക്ലെയർഡ് ആസ് ദി ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് മുനിസിപ്പൽ ടൗൺ ഇൻ ഇന്ത്യ. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു തെറ്റുണ്ട്. കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് April 18, 1991 April 18, 1991 ഈ പറയുന്ന ഡിക്ലറേഷൻ വന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കോട്ടയം മുനിസിപ്പൽ ടൗൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ലിറ്ററേറ്റ് ആയിട്ടുള്ള മുനിസിപ്പൽ ടൗൺ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 only ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടത് April 18, 1991 എന്ന് പറയുന്ന ഡേറ്റിലാണ്. April 18, 1991. എട്ടാമത്തെ ചോദ്യം നോക്കി. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് ഓർ ആർ കറക്റ്റ്? Which are the following statements regarding Kerala State Finance Commission is or are correct? So Kerala State Finance Commissionuമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് The first Kerala State Finance Commission was constituted in 1994 under the chairmanship of Sri P.M. Abraham. First Kerala State Finance Commission was constituted in 1994 under the chairmanship of Sri P.M. Abraham എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സിക്സ്ത് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വാസ് ഹെഡഡ് ബൈ ശ്രീ S.M. വിജയാനന്ദ്. സിക്സ്ത് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വാസ് ഹെഡഡ് ബൈ ശ്രീ S.M. വിജയാനന്ദ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ആക്ച്വലി കറക്റ്റാണ്. സോ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. സോ 9ാമത്തെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. The Office of Registrar General and Census Commissioner functions under Union Ministry of. The Office of Registrar General and Census Commissioner ഈ പറയുന്ന ഓഫീസാണ് സെൻസസ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഫങ്ഷൻസ് അണ്ടർ യൂണിയൻ മിനിസ്റ്റർ ഓഫ്. ഏത് യൂണിയൻ മിനിസ്റ്ററുടെ കീഴിലാണ് ഈ പറയുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ അത്രയും ഓപ്ഷൻ സി ഹോം അഫയേഴ്സ് ആണ്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ് ഈ പറയുന്ന രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ എന്ന് പറയുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത്. സോ 10ാമത്തെ ചോദ്യം നോക്കി. വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് എ കേരള ഗവൺമെൻറ് സ്കീം ദാറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻറ്റ് ടു ദോസ് ചിൽഡ്രൻ ഹു ലോസ് ബോത്ത് പേരൻസ് or either of them and the alive parent is not in a position to look after the child because of financial constraint. ഇത് കേരള ഗവൺമെൻറ് സ്കീമിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ഏത് സ്കീമാണെന്നാണ് ചോദ്യം. അതായത് 2 പേരൻസും മരിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് നൽകുന്ന ഒരു സ്കീമാണ്. സോ ദി സ്കീം പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ടു ദോസ് ചിൽഡ്രൻ ഹു ലോസ് ബോത്ത് പേരൻസ് or either of them and the alive parent is not in a position to look after the child because of financial constraint. 2 പേരൻസും മരിച്ച കുട്ടികളോ അല്ലെങ്കിൽ ഒരു പേരൻറ്റ് മരിക്കുകയും രണ്ടാമത്തെ പേരൻറ്റിന് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് കാരണം ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കാത്ത വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേരള ഗവൺമെൻറ് സ്കീമാണ് ഏതാണെന്നാണ് ചോദ്യം. സോ അതിന് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെ ഒരു എയിമിൽ സ്റ്റാർട്ട് ചെയ്ത കേരള ഗവൺമെൻറ് സ്കീമാണ് സ്നേഹപൂർവ്വം. ഓപ്ഷൻ ബി ആണ് സ്നേഹപൂർവ്വം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള താലോലം, സ്നേഹസാന്ത്വനം, ശ്രുതി തരംഗം ഇതൊക്കെ പ്രധാനപ്പെട്ട സ്കീമുകളാണ്. ഇതിൻ്റെയൊക്കെ എയിം എന്താണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ നോട്ടുകൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ്സിലും ഒരു പരിധി വരെ നമ്മൾ ഔട്ട്ലൈൻ എന്ന രീതിയിൽ കവർ ചെയ്ത് പോകുന്നതാണ്. 11ാമത്തെ ചോദ്യം നോക്കി. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? സോ PMKSY ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. ദ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് PMKSY അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് യൂണിയൻ മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് വിൽ പ്രൊവൈഡ് പോളിസി ഡയറക്ഷൻ ടു പ്രോഗ്രാം ഫ്രെയിംവർക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് വിൽ ഓവർസീ ദ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അറ്റ് നാഷണൽ ലെവൽ. സോ PMKSY പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
സോ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം PMKSYയുടെ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. PM ആണ് ഹെഡ് ചെയ്യുന്നത്, അല്ല യൂണിയൻ മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ് അല്ല. ദിസ് പർട്ടിക്കുലർ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് PMKSY അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് PM, അതായത് പ്രൈം മിനിസ്റ്റർ, വിൽ പ്രൊവൈഡ് എ പോളിസി ഡയറക്ഷൻ ടു പ്രോഗ്രാം ഫ്രെയിംവർക്ക്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇതിന് പറയുന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് 1 ഓൺലി, ഓപ്ഷൻ A ആണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. കാര്യം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. സോ അതുകൊണ്ട് 1 ഓൺലി ആണ് ഇതിൻ്റെ ഉത്തരം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് PMKSY അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ വിൽ പ്രൊവൈഡ് പോളിസി ഡയറക്ഷൻ ടു പ്രോഗ്രാം ഫ്രെയിംവർക്ക്. സോ 12ാമത്തെ ചോദ്യം നോക്കി, കേരള ഗവൺമെൻറ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. എവറി പേഴ്സൺ അപ്പോയിൻറ്റഡ് ഇൻ കേരള ഗവൺമെൻറ് സർവീസ് except in last grade service by direct recruitment will be on probation for a period of dash years of duty within a continuous period of dash years. സോ ഇതിനകത്ത് 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും വരുന്ന സൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം ആ ഒരു ഓർഡറിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് കറക്റ്റ്, സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 2 വർഷത്തെ പ്രിപ്പറേഷനാണ് സാധാരണഗതിയിൽ കേരള ഗവൺമെൻറ് സർവീസിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ് ചെയ്യേണ്ടി വരുന്നത്. വിത്തിൻ ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 വർഷത്തിനുള്ളിൽ 2 വർഷമെങ്കിലും ആ പറയുന്ന വ്യക്തി കേരള ഗവൺമെൻറ് സർവീസിൽ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓപ്ഷൻ A 2, 3 ആണ് ഇതിൻ്റെ ഉത്തരം. So every person appointed in Kerala government service except in last grade service by direct recruitment will be on probation for a period of 2 years of duty within a continuous period of 3 years. So ഇവിടെ 2ഉം ഇവിടെ 3യുമാണ് വരേണ്ടത്. 13ാമത്തെ ചോദ്യം നോക്കി, വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമർജൻസി സിറ്റുവേഷനിൽ വുമന് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോൾ ഫ്രീ ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഈ പറയുന്ന വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ. അത് നിർഭയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. സോ ആ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ B 181 ആണ്. ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ഉത്തരം, 181. 14ാമത്തെ ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെയ്നിങ് ചിൽഡ്രൻ റിലേറ്റഡ് ആക്ട്സ് ആൻഡ് ദർ ഇയർ ഓഫ് ഇനാക്ട്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3-4 പ്രധാനപ്പെട്ട ആക്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഇയർ ഓഫ് ഇനാക്ട്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് The Commissions for Protection of Child Rights Act 2007. The Commissions for Protection of Child Rights Act 2007 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006. മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ്, അതായത് പോക്സോ ആക്ട് 2012. നാലാമത്തേത് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. ഇതിലെ പ്രൊട്ടക്ഷൻ പോക്സോ ആക്ടും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. കേരള ഗവൺമെൻസിൻ്റെ ഭാഗമായിട്ടും വരുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. സോ ഇതിൽ തെറ്റായിട്ടുള്ള ഇയർ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ദ കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് ആണ്. സോ ഇത് ഇനാക്ട് ചെയ്യപ്പെട്ട 2005 2007 2005 ഇത് ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കിയുള്ള 2, 3, 4 കറക്റ്റാണ്. സോ ഇതിനകത്ത് ഓപ്ഷൻ C 2, 3 and 4 ഉള്ളിയാണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005. 15ാമത്തെ ചോദ്യം നോക്കി, വിച്ച് ആർ ദ ഫോളോയിങ് കമ്മിറ്റീസ് ഈസ് ഓർ ആർ നോട്ട് റിലേറ്റഡ് ടു ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻസിൻ്റെ ടോപ്പിക്കാണ്. സോ ഇതിനകത്ത് വിച്ച് ആർ ദ ഫോളോയിങ് കമ്മിറ്റീസ് ഈസ് ഓർ ആർ നോട്ട് റിലേറ്റഡ് ടു ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ലാൻഡ് റിഫോംസ് ആയിട്ട് ബന്ധമില്ലാത്ത താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ കമ്മിറ്റീസ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് റിലേറ്റഡ് ടു എന്നാണ് ചോദ്യം. സോ അതുമായിട്ട് ബന്ധമില്ലാത്ത കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 4 കൊടുത്തിട്ടുണ്ട്. കുമാരപ്പൻ കമ്മിറ്റി, JV രാമകൃഷ്ണ കമ്മിറ്റി, ചക്രവർത്തി കമ്മിറ്റി, അബീദ് ഹുസൈൻ കമ്മിറ്റി. സോ ഇതിലെ കുമാരപ്പൻ കമ്മിറ്റി എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയാണ്. സോ ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. JV രാമകൃഷ്ണ കമ്മിറ്റി എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചക്രവർത്തി കമ്മിറ്റി എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അബീദ് ഹുസൈൻ കമ്മിറ്റി എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഈ 3ഉം ലാൻഡ് റിഫോംസ് ആയിട്ട് ബന്ധമില്ലാത്തതാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ
സി ആണ്. 2, 3 and 4 ഉള്ളതാണ്. കാരണം കുമാരപ്പൻ കമ്മിറ്റി ലാൻഡ് റിഫോംസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന കമ്മിറ്റിയാണ്. സോ നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ കുമാരപ്പൻ കമ്മിറ്റിയെ പറ്റി താഴെ കൊടുത്തിട്ടുണ്ട്. കുമാരപ്പൻ കമ്മിറ്റി 1942 റെക്കമെൻഡഡ് ദി മാക്സിമം സൈസ് ഓഫ് ലാൻഡ്സ് എ ലാൻഡ് ലോഡ് ക്യാൻ റിറ്റെയിൻ. ഇതാണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ. ഇനിയിപ്പോൾ 16ാമത്തെ ചോദ്യം നോക്കി. Which of the following schemes are run by Kerala Social Security Mission for the welfare of senior citizens? Which of the following schemes are run by Kerala Social Security Mission for the welfare of senior citizens? Senior citizensന് വേണ്ടിയിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ റൺ ചെയ്യുന്ന സ്കീമുകൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3 ഉണ്ട്. പ്രത്യാശ, സ്നേഹസാന്ത്വനം, വയോമൃതം. പ്രത്യാശ, സ്നേഹസാന്ത്വനം, വയോമൃതം. സോ ഇതിൽ വയോമൃതം തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പ്രത്യാശ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള സ്കീമല്ല, ആക്ച്വലി വുമണിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. സോ സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന സ്കീമും സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള സ്കീമല്ല, അത് മറ്റൊരു സോഷ്യൽ വെൽഫെയർ സ്കീമാണ്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. സോ ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഇ ആണ്. 3 only മാത്രമാണ് ഇതിനകത്ത് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. കാര്യം വയോമൃതം മാത്രമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ റൺ ചെയ്യുന്ന സീനിയർ സിറ്റിസൻസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സ്കീം. സോ ഈ പറയുന്ന പ്രത്യാശയും അതുപോലെ തന്നെ സ്നേഹസാന്ത്വനം വളരെ പ്രധാനപ്പെട്ട സ്കീമുകളാണ്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ നോട്ടിനകത്ത് കവർ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും, സോ ഇതിൻ്റെ എയിം എന്താണെന്ന് അറിയാവുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻസിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കുറച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കുറേ കൂടെ എൻഗേജിങ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാതെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. 17ാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി ഒരു തവണ ഒരു MCQ ക്വിസിനകത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. Arrange the following world conferences on disaster risk reduction in the chronological order. Arrange the following world conferences on disaster risk reduction in the chronological order. So disaster risk reduction ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 വേൾഡ് കോൺഫറൻസസ് as of now നടന്നിട്ടുണ്ട്. സോ അതൊരു ക്രോണോളജിക്കൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. സോ 3 കൊടുത്തിട്ടുണ്ട്. ഹ്യൂഗോ, സെൻഡായ്, യൊക്കോഹോമ. സോ നമുക്കറിയാം ആദ്യത്തെ വേൾഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ യൊക്കോഹോമ ആയിരുന്നു. സോ 3 ആദ്യം വരും. രണ്ടാമത് വന്നിട്ടുള്ള ഹ്യോഗോ ആണ്, 1 വരും. മൂന്നാമത് സെൻഡൈ ആണ്. 3, 1, 2 വരുന്ന ഉത്തരം അല്ലെങ്കിൽ ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ 3 such conferences have been held. First in Yokohama in 1994, second in Hyogo in 2005 and the third one in Sendai in 2015. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി നോട്ടിലും ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ. 18ാമത്തെ ചോദ്യം നോക്കി. ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. Which are the following statements about the National Disaster Management Agency? ഏജൻസി അല്ല, അതോറിറ്റി ആണ്. Which are the following statements about the National Disaster Management Authority NDMA is or are correct? സോ NDMAയുടെ ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസിയാണ്. NDMA is headed by President of India. രണ്ടാമത്തത് ഇറ്റ് ഈസ് എ സ്റ്റാച്യുട്ടറി ബോഡി വിച്ച് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് തെറ്റാന്ന് കണ്ടെത്താൻ സാധിക്കും. കാര്യം NDMAയുടെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. NDMA is headed by the PM of India അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇതൊരു സ്റ്റാച്യുട്ടറി ബോഡിയാണ്. ഇറ്റ് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാച്യുട്ട്, അതായത് ബൈ ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ് ഈ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 only ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. Which are the following statements about the Aapda Mitra scheme is or are correct? So which are the following statements about ആപ്ദ മിത്ര സ്കീം ഇസ് ഓർ ആർ കറക്റ്റ്? സോ ആപ്ദ മിത്ര എന്ന് പറയുന്ന സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ എ പൈലറ്റ് ബേസിസ് ഇൻ 2019. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ 2021. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ എ പൈലറ്റ് ബേസിസ് ഇൻ 2019. ഇത് തെറ്റാണ്. ഇത് ആക്ച്വലി 2016 പൈലറ്റ് ബേസിസിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ 2021. 2021 ഇന്ത്യ മൊത്തമാക്കി ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത്. സോ 2 only. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കി. ആവാസ് സ്കീം ലോഞ്ച് ബൈ കേരള ഗവൺമെൻറ് ഫോർ മൈഗ്രൻറ്റ് വർക്കേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. കേരള ഗവൺമെൻറ് മൈഗ്രൻറ്റ് വർക്കേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ആവാസ് എന്ന് പറയുന്ന സ്കീം. സോ അത് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സ്കീമാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഹൗസിംഗ്, ലൈവ്ലിഹുഡ് ജനറേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, ചൈൽഡ് എഡ്യൂക്കേഷൻ.
സോ ആവാസ് എന്ന് പറയുന്നത് ബേസിക്കലി മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ആവാസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. 21ാമത്തെ ചോദ്യം, ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇസ് ഓർ ആർ കറക്റ്റ്? സോ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നെമോ ജൂഡസ് ഇൻ കോസ സ്വാ മീൻസ് ടു ഹിയർ ദി അതർ പാർട്ടി or no one should be condemned unheard. Nemo juris in causa sua means to hear the other party or no one should be condemned unheard. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, ഓഡി ആൾട്രം പാർട്ടം മീൻസ് no one should be made a judge in his own cause and rule against the bias. സോ ഇത് ആക്ച്വലി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നേരെ തിരിച്ചായിരുന്നു വരേണ്ടത്. 2ൻ്റെ എക്സ്പ്ലനേഷനാണ് 1ൽ വരേണ്ടത്, 1ൻ്റെ എക്സ്പ്ലനേഷനാണ് 2 വരേണ്ടത്. നെയ്തർ 1 or 2 ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. കൊടുത്തിട്ടുണ്ട് നെമോ ജൂഡസ് ഇൻ കോസസോ എന്ന് പറയുന്നത് നോ വൺ ഷുഡ് ബി മെയ്ഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് ആൻഡ് ഇറ്റ് ഓൾസോ മീൻസ് ദ റൂൾ അഗെയിൻസ്റ്റ് ബയസ്. അതാണ് നെമോ ജൂഡസ് ഇൻ കോസസ്വ എന്ന് പറയുന്നത്. ഓഡി ഓൾട്രം പാർട്ടം എന്ന് പറയുന്നത് മീൻസ് ടു ഹിയർ ദി അതർ പാർട്ടി ഓർ നോ വൺ ഷുഡ് ബി കണ്ടംഡ് അൺഹേർഡ്. സോ 22ാമത്തെ ചോദ്യം നോക്കിയേ, which are the following statements regarding Kerala State Planning Board is or are correct? സോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, പ്രൊഫസർ VK രാമചന്ദ്രൻ ഇസ് ദ പ്രസൻറ്റ് വൈസ് ചെയർപേഴ്സൺ ഓഫ് ദി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് EMS നമ്പൂതിരിപ്പാട് വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ. മൂന്നാമത്തേത് സന്തോഷ് ജോർജ് കുളങ്ങര ഈസ് പ്രസൻ്റ്ലി എ ഫുൾ ടൈം എക്സ്പേർട്ട് മെമ്പർ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ദ ബോർഡ് വാസ് ഫോംഡ് ഇൻ സെപ്റ്റംബർ 1965. സോ ഇതെല്ലാം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്. പ്രൊഫസർ VK രാമചന്ദ്രനാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് വൈസ് ചെയർപേഴ്സൺ ഓഫ് ദ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ശ്രീ EMS നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു തെറ്റുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അദ്ദേഹം ഒരു മെമ്പറാണ്, പക്ഷേ അദ്ദേഹം ഒരു പാർട്ട് ടൈം എക്സ്പേർട്ട് മെമ്പറാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഈസ് പ്രസൻ്റ്ലി എ പാർട്ട് ടൈം എക്സ്പേർട്ട് മെമ്പർ. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തേത് ദ ബോർഡ് വാസ് ഫോംഡ് ഇൻ സെപ്റ്റംബർ 1965 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഫോം ചെയ്തത് സെപ്റ്റംബർ 1967ലാണ്. 1967ലാണ് ഫോം ആയത്. അതുകൊണ്ട് 4th സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ടോട്ടൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1ഉം സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2ഉം. സോ അത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 and 2 only. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വാസ് ഫോംഡ് ഇൻ സെപ്റ്റംബർ 1967. അതുപോലെ തന്നെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഈസ് പ്രസൻ്റ്ലി എ പാർട്ട് ടൈം എക്സ്പേർട്ട് മെമ്പർ. ഇനിയിപ്പോൾ 23ാമത്തെ ചോദ്യം നോക്കി, വിച്ച് among the following are the technical divisions of Kerala State Planning Board? സോ ഇതും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നത് വിച്ച് among the following are the technical divisions of Kerala State Planning Board? സോ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഷ്യൽ സർവീസ് ഡിവിഷൻ, രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ, മൂന്നാമത്തേത് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ, നാലാമത്തേത് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ടെക്നിക്കൽ ഡിവിഷൻസ് എത്രയൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോട്ടിലും ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് ഈ പറയുന്ന ടെക്നിക്കൽ ഡിവിഷൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന 4ഉം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ടെക്നിക്കൽ ഡിവിഷൻസിലായി വരുന്നതാണ്. സോഷ്യൽ സർവീസ് ഡിവിഷനുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷനുണ്ട്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷനുണ്ട്, പ്ലാൻ കോർഡിനേഷൻ ഡിവിഷനുണ്ട്. സോ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് 1, 2, 3 and 4. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. സോ അടുത്ത ചോദ്യവും നാച്ചുറൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. Which of the following biases should be avoided as per the principle of nemo judex quos in sua? Which of the following biases should be avoided as per the principle of nemo judex quos in sua? സോ 4 ബയസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ബയസസ് ആണ് ഈ പറയുന്ന പ്രിൻസിപ്പളിൻ്റെ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം അവോയ്ഡ് ചെയ്യപ്പെടേണ്ട ബയസുകൾ എന്നാണ് ചോദ്യം. പെക്യുനറി ബയസ് ഉണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് പെക്യുനറി ബയസ്, രണ്ടാമത്തെ സബ്ജക്റ്റ് മാറ്റർ ബയസ്, മൂന്നാമത്തെ പ്രീ കൺസീവ്ഡ് നോഷൻ ബയസ്, നാലാമത്തെ ലുനാറ്റിക് ബയസ്. സോ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെക്യുനറി ബയസ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സബ്ജക്റ്റ് മാറ്റർ ബയസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രീ കൺസീവ്ഡ് നോഷൻ ബയസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലുനാറ്റിക് ബയസ് എന്ന് പറഞ്ഞൊരു ബയസ് നമ്മൾ പഠിച്ചിട്ടില്ല, അത് ഇതിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് 1, 2 and 3 only ആണ് ഇതിൻ്റെ ഉത്തരം. സോ ഓപ്ഷൻ ബി 1, 2 and 3 only ആണ് ഇതിൻ്റെ ഉത്തരം.
25ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഈസ് ഓർ ആർ കറക്റ്റ്? സോ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനെ പറ്റിയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഇൻവോൾവ്സ് എക്സസൈസിങ് ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബൈ എൻ ഏജൻറ്റ് ഹൂ ഈസ് ഹയർ ഓർ ലോവർ ഇൻ റാങ്ക് ടു ദ ലെജിസ്ലേച്ചർ. ഒന്നും കൂടെ വായിക്കാം. It involves exercising of legislative power by an agent who is higher or lower in rank to the legislature. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രാജ്യസഭ ആൻഡ് ലോക്സഭ ഹാസ് സെപ്പറേറ്റ് കമ്മിറ്റീസ് ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ വിത്ത് 15 members ഈച്ച്. സോ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബോഡി, അതിന് താഴെയുള്ള അല്ലെങ്കിൽ സബോർഡിനേറ്റ് ബോഡിക്ക് കൊടുക്കുന്ന ഒരു പവറാണ്, അല്ലെങ്കിൽ ഡെലിഗേറ്റ് കൊടുക്കുന്ന പവറാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനെ സബോർഡിനേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എക്സസൈസിങ് ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബൈ എൻ ഏജൻറ്റ് ഹൂ ഇസ് ഹയർ ഓർ ലോവർ ഇൻ റാങ്ക് ടു ദ ലെജിസ്ലേച്ചർ എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ഈ ഹയർ മാറ്റുവാണെങ്കിൽ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാര്യം ഇറ്റ് ഇൻവോൾവ്സ് എക്സസൈസിങ് ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബൈ എൻ ഏജൻറ്റ് ഹൂ ഈസ് ലോവർ ഇൻ റാങ്ക് ടു ദ ലെജിസ്ലേച്ചർ എന്നാണ് പറയേണ്ടത്. ഒരു ലോവർ അതോറിറ്റി ഒരു ഹയർ അതോറിറ്റിക്ക് പവേഴ്സ് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യത്തില്ല. ഹയർ അതോറിറ്റിയാണ് എപ്പോഴും ഒരു ലോവർ അതോറിറ്റിക്കാണ് പവർ ഡെലിഗേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് സബോർഡിനേറ്റ് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉണ്ട്. അതിൽ 2ലും 15 members വെച്ചിട്ടാണ് ഉള്ളത്. സോ ഇതിനകത്ത് ഓപ്ഷൻ ബി 2 ഒള്ളിയാണ് ഉത്തരം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സസൈസിങ് ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബൈ എൻ ഏജൻറ്റ് ഹൂ ഈസ് ലോവർ ഇൻ റാങ്ക് ടു ദ ലെജിസ്ലേച്ചർ ഓർ ഹൂ ഈസ് സബോർഡിനേറ്റ് ടു ദ ലെജിസ്ലേച്ചർ. ഇതാണ് ഈ പറയുന്ന ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. 26ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, എ കൊടുത്തിട്ടില്ല. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് ഓർ ആർ കറക്റ്റ്? ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഏകദേശം അതേ ടോപ്പിക്ക് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിച്ച് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ PMs അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് 10-point അജണ്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊവിഷൻസ് ഗവേൺഡ് ബൈ NDMA. മൂന്നാമത്തേത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 വാസ് ഇനാക്റ്റഡ് ഓൺ 23rd December 2005 after which NDMA was constituted for the first time in India. ഒന്നും കൂടെ വായിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 was enacted on 23rd December 2005 after which NDMA was constituted for the first time in India. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. NDMA is headed by the Prime Minister of India. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. NDMA is headed by the Prime Minister of India. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിച്ച് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ ഇത് തെറ്റാണ്. സ്റ്റാച്യുട്ടറി ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. PMs അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് 10-point അജണ്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊവിഷൻസ് ഗവേൺഡ് ബൈ NDMA. NDMA ഒരുപാട് പ്രൊവിഷൻസ് അല്ലേ, പല ടൈപ്പിലുള്ള ലെജിസ്ലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കീഴിലായിട്ട് വരുന്നുണ്ട്. സോ NDMAയുടെ ഒരു മാൻഡേറ്റിൽ വരുന്ന കുറച്ച് പ്രൊവിഷൻസാണ് ഈ പറയുന്ന PMs 10-point അജണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് നമ്മളുടെ നോട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 was enacted on 23rd December 2005 after which NDMA was constituted for the first time in India. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ ഭാഗം കറക്റ്റാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇനാക്ട് ചെയ്യപ്പെട്ടത് 23rd December 2005 പക്ഷേ അതിന് ശേഷമുള്ള ഇതാണ് ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ അതിലത്തെ ചിലപ്പോൾ ഫസ്റ്റ് ഭാഗം കറക്റ്റ് ആയിരിക്കും, സെക്കൻഡ് ഭാഗത്തായിരിക്കും ചിലപ്പോൾ എറർ വരുന്നത്. ഇതിലത് സെക്കൻഡ് ഭാഗം നോക്കിയാൽ ആഫ്റ്റർ വിച്ച് NDMA വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പാസ് ചെയ്തതിന് ശേഷമാണ് NDMA ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത്. പക്ഷേ അതല്ല സത്യം. NDMA സത്യം പറഞ്ഞാൽ മെയ് 2005 ആദ്യം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അവർ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം ഈ പറയുന്ന DM ആക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പാസ്സായ അല്ലെങ്കിൽ ഇനാക്ട് ആയതിനു ശേഷമാണ് NDMAക്ക് ഒരു സ്റ്റാച്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചിരുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അത് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. സോ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. സോ 1 and 3 ഉള്ളിയാണ് ഇതിലത്തെ ഉത്തരം. സോ നമ്മൾ ഈ ഓപ്ഷൻസിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ വിട്ടുപോയിരുന്നു. സോ ഇതിനകത്ത് 1 and 3 ഉള്ളിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. സോ നമുക്കിത് ഈ 2 അങ്ങ് വെട്ടിക്കളയുവാണെങ്കിൽ 1 and 3 ഉള്ളി എന്ന് പറയാം.
സോ ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 ആണ് തെറ്റ്. അത് നമ്മൾ ഇവിടുത്തെ 2 അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് 1 and 3 ഉള്ളി എന്ന് ഓപ്ഷൻ ബീനെ ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NDMA വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 30th May 2005 ബൈ എൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിനുശേഷം 2005 ഡിസംബറിൽ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പാസ് ചെയ്തതിന് ശേഷമാണ് ഇതൊരു സ്റ്റാച്യുവേറ്ററി ബോഡിയായി മാറിയത്. 27ാമത്തെ ചോദ്യം നോക്കി, അതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആസ് നോട്ടിഫൈഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി? സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആസ് നോട്ടിഫൈഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. സോ 2 ടൈപ്പിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് ഈ പറയുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഡീൽ ചെയ്യുന്നത്. ഒന്ന് നാഷണലി നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, രണ്ടാമത്തേത് സ്റ്റേറ്റ് സ്പെസിഫിക്, അതായത് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. സോ ഇതിൽ കേരള സ്പെസിഫിക് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ നമ്മൾ നോക്കുവാണെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ, ഇതൊരു കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ്. സോ അപ്പം ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ലൈറ്റ്നിങ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ്. സ്ട്രോങ് വിൻഡും കേരള സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിസാസ്റ്ററാണ്. സോയിൽ പൈപ്പിങ്ങും കേരള സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്ററാണ്. സോ പെസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് നാഷണലി നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററാണ്. സോ 5 ഒള്ളിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കാര്യം ഇതിലേതൊക്കെയാണ് കേരള സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലാത്തത് എന്നാണ് ചോദ്യം. നോട്ട് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. അതുകൊണ്ടാണ് പെസ്റ്റ് അറ്റാക്ക് എന്ന ഓപ്ഷൻ മാത്രമായി വരുന്നത്. 5 ഒള്ളി. 28ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ലേബർ കമ്മീഷണറേറ്റ് ഓഫ് കേരള ഗവൺമെൻറ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ലേബർ കമ്മീഷണറേറ്റ് ഓഫ് കേരള ഗവൺമെൻറ്? സോ ഇത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഏതൊക്കെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലേബർ കമ്മീഷണറേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്കീംസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കേരള അഗ്രികൾച്ചർ വർക്കേഴ്സ് വെൽഫെയർ പെൻഷനാണ്. രണ്ടാമത്തേത് ഡെയിലി വേജ്ഡ് എംപ്ലോയീസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സ്കീം. മൂന്നാമത്തേത് എസ്റ്റേറ്റ് വർക്കേഴ്സ് ഡിസ്ട്രസ് റിലീഫ് വെൽഫെയർ ഫണ്ട് സ്കീം. നാലാമത്തേത് കേരള അൺഓർഗനൈസ്ഡ് റിട്ടയർഡ് വർക്കേഴ്സ് പെൻഷൻ ഫണ്ട് സ്കീം. ഒന്നുകൂടെ വായിക്കാം. കേരള അഗ്രികൾച്ചർ വർക്കേഴ്സ് വെൽഫെയർ പെൻഷൻ, രണ്ടാമത്തേത് ഡെയിലി വേജ്ഡ് എംപ്ലോയീസ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സ്കീം, മൂന്നാമത്തേത് എസ്റ്റേറ്റ് വർക്കേഴ്സ് ഡിസ്ട്രസ് റിലീഫ് വെൽഫെയർ ഫണ്ട്, നാലാമത്തേത് കേരള അൺഓർഗനൈസ്ഡ് റിട്ടയർഡ് വർക്കേഴ്സ് പെൻഷൻ ഫണ്ട് സ്കീം. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിലത്തെ 4ഉം ഈ പറയുന്ന ലേബർ കമ്മീഷണറേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്കീംസ് ആണ്. സോ 4ഉം കറക്റ്റാണ്. സോ 1, 2, 3 and 4 ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ആം ആദ്മി ബീമാ യോജന ഇസ് ഓർ ആർ കറക്റ്റ്? സോ ആം ആദ്മി ബീമാ യോജനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം for ensuring social security of rural landless households in the country. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the scheme came into force in Kerala in 2008. മൂന്നാമത്തേത്, scheme is being implemented throughout the country by LIC of India. The scheme is being implemented through the LIC of India. നാലാമത്തേത്, it was launched on October 2nd, 2006. സോ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻ, റൂറൽ ലാൻഡ്ലെസ് ഹൗസ് ഹോൾഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്കീമാണ്. സോ അത് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി 2008. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇത് LIC ഓഫ് ഇന്ത്യ വഴിയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് 2 October 2007 ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടത്. 2 October 2007 ഈ പറയുന്ന ആം ആദ്മി ബീമ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. സോ അതുകൊണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ അങ്ങനെ വരുമ്പോഴേക്കും ഇതിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2 and 3 ഉള്ളി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 2 October 2007. Which of the following organizations leased 1 acre of land within KSIDC's Industrial Growth Center at Kinalur, Kozhikode district for implementing a hostel under Apna Ghar project? So Apna Ghar project പ്രകാരം which of the following organizations leased 1 acre of land within KSIDC's Industrial Growth Center at Kinalur, Kozhikode district for implementing a hostel under Apna Ghar project? So Apna Ghar project എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് സ്കീം പ്രകാരം ഒരു ഹോസ്റ്റൽ പണിയാനായിട്ട്
സോ KSIDC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെൻറ്റർ കിനലൂറുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെൻറ്ററിൽ നിന്നും 1 ഏക്കർ ഓഫ് ലാൻഡ് ലീസ് ചെയ്ത സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി, ഭവനം ഫൗണ്ടേഷൻ കേരളയാണ്. സോ അപ്നാഗർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 31ാമത്തെ ചോദ്യം നോക്കി, വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കേരള നോളജ് എക്കണോമി മിഷൻ ഈസ് ഓർ ആർ കറക്റ്റ്? സോ കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറയുന്ന മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ KDISC. ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ KDISC എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ഇറ്റ് ടാർഗറ്റ്സ് ടു പ്രൊവൈഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ടു 20 lakh people over the next 10 years in various sectors and job verticals. It targets to provide gainful employment to 20 lakh people over the next 10 years in various sectors and job verticals. So ഇതിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കി, ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് KDISC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇനീഷ്യേറ്റീവാണ്. ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. അത് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഇതിൻ്റെ ഒരു എയിമാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുവാണെങ്കിൽ ഇത് കറക്റ്റായി വരും. അത് ഈ ടാർഗറ്റ്സ് ടു പ്രൊവൈഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ടു 20 lakh people ഓവർ ദ നെക്സ്റ്റ് 5 years എന്നാണ് അതിൻ്റെ എയിം. ഇവിടെ 10 years എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വന്നത്. സോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 only ആണ്, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. സോ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടാർഗറ്റ്സ് ടു പ്രൊവൈഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ടു 20 lakh people ഓവർ ദ നെക്സ്റ്റ് 5 years. നെക്സ്റ്റ് 5 yearsൽ 20 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കും, അതായത് ഒരു ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ ഉള്ള ശ്രമമാണ് ഈ ഒരു പർട്ടിക്കുലർ മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. 32ാം ചോദ്യം നോക്കിക്കേ, KESRU എന്ന് പറയുന്ന KESRU എന്ന് പറയുന്നത് ഇസ് എ കേരള ഗവൺമെൻറ് സ്കീം അസോസിയേറ്റഡ് വിത്ത്. ഇത് ഏത് പർട്ടിക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീമാണെന്നാണ് ചോദ്യം. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. KESRU എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഒരു ഫുൾ ഫോം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമാണ്. സോ ഓപ്ഷൻ ഡി ആയിട്ട് വരാം. സോ KESRUവിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയിഡ്. കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയിഡ്. അതാണ് KESRU. 33ാമത്തെ ചോദ്യം നോക്കിക്കേ, വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഈസ് ഓർ ആർ കറക്റ്റ്? വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് ഈസ് ഓർ ആർ കറക്റ്റ് എന്നല്ല, ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. MGNREG ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, പ്രയോഗ് is an NGO who played a key role in passing of the act. പ്രയോഗ് is an NGO which played a key role in passing of the act. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് എക്കണോമിസ്റ്റ് കം ആക്ടിവിസ്റ്റ് ജീൻ ഡ്രീസ് ഫ്രം ബെൽജിയം played a key role in the conception of the act. മൂന്നാമത്തേത് women are guaranteed 1/4 of the jobs. നാലാമത്തേത് as per section 6(3) of MGNREGA, state government is liable to pay unemployment allowance to the household concerned. As per section 6(3) of MGNREGA, state government is liable to pay unemployment allowance to the household concerned. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന ആൻഡ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വെർ സബ്സ്യൂംഡ് വിത്തിൻ MGNREGS. സോ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ സോ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. സോ ഈ ഒരു പർട്ടിക്കുലർ ആക്ട് പാസ് ചെയ്യപ്പെടാനായിട്ട് ഒരു കീ റോൾ ഒരു പർട്ടിക്കുലർ NGO ചെയ്യുകയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കീ റോൾ ഒരു NGOയ്ക്കുണ്ട്. പക്ഷേ ആ NGOയുടെ പേര് പ്രയോഗ് എന്നല്ല. ആ NGOയുടെ പേര് എന്താ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എക്കണോമിക്സ് കം ആക്ടിവിസ്റ്റ് ജീൻ ഡ്രീസ് ആണ് ഈ പറയുന്ന ആക്ടിൻ്റെ
കൺസെപ്ഷന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചു. അതിനൊരു ഫാദർ ഓഫ് ദിസ് ആക്ട് എന്നൊക്കെ ചില ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരു ഒതൻറ്റിക് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. anyway, എക്കണോമിക്സ് കം ആക്ടിവിസ്റ്റ് ജീൻ ഡ്രീസ് ഫ്രം ബെൽജിയം പ്ലേഡ് എ കീ റോൾ ഇൻ കൺസെപ്ഷൻ ഓഫ് ദി ആക്ട്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം വുമൺ ആർ ഗ്യാരണ്ടീഡ് 1/4 ഓഫ് ദ ജോബ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ആക്ച്വലി 1/3 ഓഫ് ദ ജോബ്സ് എന്നാണ് സത്യമായ അവസ്ഥ. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വുമൺ ആർ ഗ്യാരണ്ടീഡ് 1/3 ഓഫ് ദ ജോബ്സ് എന്നാണ് പറയപ്പെട്ടിരുന്നത്, പക്ഷേ ഇവിടെ 1/4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ആസ് പെർ സെക്ഷൻ 6(3) ഓഫ് MGNREGA, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് ലയബിൾ ടു പേ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ടു ദ ഹൗസ് ഹോൾഡ് കൺസേൺഡ്. ആസ് പെർ സെക്ഷൻ 6(3) ഓഫ് MGNREGA, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് ലയബിൾ ടു പേ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ടു ദ ഹൗസ് ഹോൾഡ് കൺസേൺഡ് എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാര്യം സെക്ഷൻ 6(3) അല്ല 7(3) ഓഫ് MGNREGA പ്രകാരമാണ് ഇങ്ങനെയൊരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയപ്പെടുന്നത്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. MGNREGA സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന ആൻഡ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വെ സബ്സ്യൂംഡ് വിത്തിൻ MGNREGA സ്കീം. സോ ഇതിലേക്ക് സബ്സ്യൂം ചെയ്യപ്പെട്ട 2 സ്കീമുകളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോറണ്ണേഴ്സ് എന്ന് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 സ്കീമുകളാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും. സോ ഈ ഒരു ചോദ്യത്തിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കിയപ്പോഴും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സോ 1. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. 3. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. സോ 1, 3 and 4 only എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 1, 3 and 4 only. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന് പറയുന്ന NGO ആണ് ഈ ഒരു ആക്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ ഓർത്തിരിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. വുമൺ ആർ ഗ്യാരണ്ടീഡ് 1/3 ഓഫ് ദ ജോബ്സ് ആണ്. 1/3 ഓഫ് ദ ജോബ്സ് ആണ് വുമണ് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ സെക്ഷൻ 7(3) ഓഫ് MGNREGA, സെക്ഷൻ 7(3) ഓഫ് MGNREGA, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് ലയബിൾ ടു പേ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ടു ദി ഹൗസ് ഹോൾഡ് കൺസേൺഡ്. സോ ഇതൊക്കെ നമ്മുടെ നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നത് മാത്രം. സോ ഇനിയിപ്പോൾ 34ാമത്തെ ചോദ്യം നോക്കാം. ട്രൈസം ഇസ് എ സ്കീം അസോസിയേറ്റഡ് വിത്ത് TRYSCM, അതാണ് ഈ സ്കീമിൻ്റെ പേര്. ഇസ് എ സ്കീം അസോസിയേറ്റഡ് വിത്ത്. സോ എന്താണ് ഈ പർട്ടിക്കുലർ സ്കീം എന്ന് അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. സോ ട്രൈസം എന്ന് പറയുന്നത് റൂറൽ യൂത്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റൂറൽ യൂത്തിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ റൂറൽ യൂത്ത് ട്രെയിനിങ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 35ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കേരള ഗവൺമെൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അതിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലാത്ത ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രിബ്യൂണൽ. സോ ഇവിടെ വീണ്ടും ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നു, അത് കട്ട് ചെയ്ത് കളയുവാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രിബ്യൂണൽ. മൂന്നാമത്തെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ. നാലാമത്തേത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സോ 4 ബോഡീസാണ്, 4 ഓർഗനൈസേഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ക്വാസി ജുഡീഷ്യൽ അല്ലാത്തതെന്നാണ് ചോദ്യം. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന 4 ക്വാസി ജുഡീഷ്യൽ ബോഡീസാണ്. സോ 4 ക്വാസി ജുഡീഷ്യൽ നേച്ചറുള്ള ബോഡീസാണ്. സോ ഇതിനകത്ത് നൺ ഓഫ് ദി അബവ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 36ാമത്തെ ചോദ്യം നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദി ഗ്രൗണ്ട്സ് ഫോർ ഇൻഫറിംഗ് ദി അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഗ്രൗണ്ട്സ് ഫോർ ഇൻഫറിംഗ് ദി അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ്. ഇത് നമ്മൾ നോട്ട് ചെയ്യുന്ന അതേപടി എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇതിൻ്റെ ഒരു ചോദ്യത്തിൽ നിന്ന് എന്താണ്, സോ ഈ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ക്രിഷണറി പവേഴ്സ് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ അനുമാനിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ടായി എന്ന് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നത്. സോ 4 ഓപ്ഷൻസ് അല്ലെ 4 സ്റ്റേറ്റ്മെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മാലഫൈഡ് ഇൻറ്റൻറ്റ്, രണ്ടാമത്തെ ബോണഫൈഡ് ഇൻറ്റൻറ്റ്, മൂന്നാമത്തേത് അൺറീസണബിൾനെസ്, നാലാമത്തേത് കളറബിൾ എക്സസൈസ് ഓഫ് പവർ.
മാലിഫൈഡ് ഇൻറ്റൻറ്റ്, ബോണഫൈഡ് ഇൻറ്റൻറ്റ്, അൺറീസണബിൾനെസ്, നാലാമത്തേത് കളറബിൾ എക്സസൈസ് ഓഫ് പവർ. സോ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്ക്രിഷണറി പവേഴ്സിൻ്റെ അബ്യൂസുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിനുമായിട്ട് കണക്ട് ആയിപ്പെടുന്നത്? സോ ഫസ്റ്റ് മാലിഫൈഡ് ഇൻറ്റൻറ്റ് ഉണ്ടെങ്കിൽ, മാലിഫൈഡ് ഇൻറ്റൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്കൊരു അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സോ ഒരു മാലിഫൈഡ് ഇൻറ്റൻറ്റ് വെച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു തീരുമാനം ഒരു അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ് ആകാവുന്നതാണ്. ബോണഫൈഡ് ഇൻറ്റൻറ്റ് വരത്തില്ല. ബോണഫൈഡ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ആണ്. ഇൻ ഗുഡ് ഫെയ്ത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവർ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ അൺറീസണബിൾസ്, അതായത് അൺറീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോജിക്കോ വെച്ചിട്ട് നമ്മളൊരു കാര്യം ഒരു തീരുമാനത്തിൽ എത്തുവാണെങ്കിൽ അതിനെ വേണമെങ്കിൽ അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നാലാമത് കളറബിൾ എക്സസൈസ് ഓഫ് പവർ. ഇതും ഈ പറയുന്ന അബ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവറിൻ്റെ ഒരു ഗ്രൗണ്ട്സ് ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, ചിലപ്പം ക്ലിയർ ആയെന്ന് വരത്തില്ല. നമ്മൾ നോട്ടിലും ക്ലാസ്സിലും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളതാണ്. സോ ഇതിൽ ഇതായിട്ട് വരുന്നത്, സോ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് 1, 3 and 4 ഒള്ളിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ബോണഫൈഡിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബോണഫൈഡ് മീൻസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, അതായത് നല്ലൊരു ആഗ്രഹത്തോടെ അല്ലെങ്കിൽ നല്ലൊരു ഇച്ഛയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ബോണഫൈഡ് എന്ന് പറയുന്നത്. 37ാമത്തെ ചോദ്യം. Which of the following articles in Indian Constitution enables the court to exercise effective control over arbitrary action taken by executive or other public bodies? Which of the following articles in the Indian Constitution enable the courts to exercise effective control over arbitrary action taken by the executive or other public bodies? സോ ഇത് ആർബിട്രറി ആക്ഷൻ തടയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ്. അതായത് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ ആർബിട്രറി ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അപ്പോൾ ആർബിട്രറി ആക്ഷൻ തടയാൻ വേണ്ടിയിട്ട് കോടതികളെ എംപവർ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അല്ലെ, അതാണ് അതിൻ്റെ മീനിങ്. 4 കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 227, ആർട്ടിക്കിൾ 136. സോ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആക്റ്റാണ്. ഇത് കറക്റ്റാണ്. ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷനാണ്. അതും കറക്റ്റാണ്. ആർട്ടിക്കിൾ 227 ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിളാണ്. ഇതെന്താണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതും ഇതിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 136 എന്ന് പറയുന്നത് SLP, അതായത് സ്പെഷ്യൽ ലീവ് ടു പെറ്റീഷൻ. SLP എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സോ അതും ഈ പറയുന്ന കോടതികളെ ഈ ആർബിട്രറി ആക്ഷൻ തടയാൻ വേണ്ടിയിട്ട് എംപവർ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ്. സോ ഇത് 4 ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ 1, 2, 3 and 4, അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. 38ാമത്തെ ചോദ്യം നോക്കി. Which of the following articles state that all laws in force in the territory of India immediately before the commencement of the Constitution of India, in so far as they are inconsistent with the provisions of Part 3 dealing with fundamental rights, shall to the extent of such inconsistency be void? അതായത് ഏതെങ്കിലും ഒരു പ്രൊവിഷൻ, അതായത് എന്തെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള എന്തെങ്കിലും, സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലോ, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട് 3. പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എൻസ്ട്രെയിൻ ചെയ്തിട്ടുള്ള പാർട്ടാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ടാണ്. സോ അതുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊവിഷൻസ് വരുവാണെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ അത് വോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കത്തില്ല എന്ന് പറയുന്ന ഏത് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്ന ആർട്ടിക്കിൾ 13(1) ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആ ഒരു സെക്ഷൻ തുടങ്ങുന്ന സമയത്തുള്ളൊരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 13(1) ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം. The income tax appellate tribunal was established in ഏത് വർഷം എന്നാണ് ചോദ്യം. സോ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രിബ്യൂണലാണ്. കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രിബ്യൂണലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ട്രിബ്യൂണലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രിബ്യൂണൽ എന്ന് പറയപ്പെടുന്ന ട്രിബ്യൂണലാണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. സോ അത് ഏത് വർഷമാണ് ഫോം ചെയ്തതെന്നാണ് ചോദ്യം. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അഡ്ജുഡിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ട്രിബ്യൂണൽസൊക്കെ. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1941 ആണ്. ഫസ്റ്റ് ട്രിബ്യൂണൽ ഇൻ ഇന്ത്യയാണ് ഈ പറയുന്ന ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. 40ാമത്തെ ചോദ്യം നോക്കി. അതും ട്രിബ്യൂണൽ അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്.
Which of the following statements regarding tribunals is or are correct? Tribunals ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചേ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ബോത്ത് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ അണ്ടർ ആർട്ടിക്കിൾ 323 for adjudication of matters related to recruitment and conditions of service of public servants. ആർട്ടിക്കിൾ 323 പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് സ്ഥാപിതമായതെന്നും ആ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഡീൽ ചെയ്യുന്നത് അഡ്ജുഡിക്കേഷൻ ഓഫ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പബ്ലിക് സർവൻസ് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റാവാം, തെറ്റാവാം, കറക്റ്റാവാം. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മീനിങ് അതാണ്. രണ്ടാമത്തേത് കൊടുത്തിരിക്കുന്ന അതർ ട്രിബ്യൂണൽസ് ഉണ്ട് ആർട്ടിക്കിൾ 323A ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് സർട്ടൻ സബ്ജക്ട് മാറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ടാക്സേഷൻ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആർട്ടിക്കിൾ 323A പ്രകാരമാണ് അതർ ട്രിബ്യൂണൽസ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് അല്ലാത്ത മറ്റ് ടൈപ്പിലുള്ള അതർ ട്രിബ്യൂണൽസ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ടാക്സേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടുള്ള അതർ ട്രിബ്യൂണൽസ് ആർട്ടിക്കിൾ 323A പ്രകാരമാണ് സ്ഥാപിതമായതെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺവേ ചെയ്യുന്നത്. സോ ഇത് കറക്റ്റാവാം, തെറ്റാവാം. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തെറ്റാണ്. ഇതിപ്പം ചെറിയൊരു കറക്ഷൻ വരുത്തുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ കറക്റ്റ് ആകാം. ആർട്ടിക്കിൾ 323A ഇവിടെയും ആർട്ടിക്കിൾ 323B ഇവിടെയും കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആവും. കാര്യം ആർട്ടിക്കിൾ 323A പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് സ്ഥാപിതമായതും. സോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിൻ്റെ സബ്ജക്ട് മാറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡ്ജുഡിക്കേഷൻ ഓഫ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പബ്ലിക് സർവൻസ്. സോ അത് ആർട്ടിക്കിൾ 323A ആണ്. അതർ ട്രിബ്യൂണൽസിന് സബ്ജക്ട് മാറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്. പക്ഷേ ആർട്ടിക്കിൾ 323B പ്രകാരമാണ് ഈ പറയുന്ന അതർ ട്രിബ്യൂണൽസ് സ്ഥാപിതമായത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ഥാപിതമായത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ ഡി നെയ്തർ 1 or 2 ആണ് ഇതിൻ്റെ ഉത്തരം. സോ ഇവിടെ ഉത്തരം കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആർട്ടിക്കിൾ 323A പ്രകാരം അവരുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് അഡ്ജുഡിക്കേഷൻ ഓഫ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് പബ്ലിക് സർവൻസ്. അതർ ട്രിബ്യൂണൽസിൻ്റെ സബ്ജക്ട് മാറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ 323B പ്രകാരമാണ് അതർ ട്രിബ്യൂണൽസ് സ്ഥാപിതമായത്. സോ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. 41ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് does not contain constitutional provisions for women? Which of the following articles does not contain constitutional provisions for women? വുമൻസിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെ ഭാഗമല്ലാത്ത ആർട്ടിക്കിൾ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആർട്ടിക്കിൾ 339D ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ വുമൻസിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 42 കൊടുത്തിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് 51A അല്ല, 51E ആണ്. സോ ആർട്ടിക്കിൾ 51E എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വുമൻ എന്ന് പറയുന്ന വുമൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷനാണ് 51E. സോ അപ്പോൾ ആർട്ടിക്കിൾസ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും ഉത്തരമായിട്ട് വരത്തില്ല. പിന്നെ ബാക്കിയുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. കാര്യം ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വില്ലേജ് പഞ്ചായത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 40 ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പ്രകാരം ഓർഗനൈസിങ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 എന്നുള്ളത്. സോ അത് ഡയറക്റ്റ്ലി വുമനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 42ാമത്തെ ചോദ്യം നോക്കിക്കേ. Which of the following statements containing women related acts and their year of enactment is or are correct? Which of the following statements containing women related acts and their year of enactment is or are correct? So ഇതിലെ ഇയർ ഓഫ് ഇനാക്ട്മെൻറ്റും ആക്റ്റും കൂടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡൗറി പ്രൊവിഷൻ ആക്ട് 1961, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് 1994, അതായത് PCPNDT 1994, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976, കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് 1982. സോ ഇതിലെ ഫസ്റ്റ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കറക്റ്റാണ്. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് PCPNDT ആക്ട് 1994 കറക്റ്റാണ്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 കറക്റ്റാണ്. കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് 1982 തെറ്റാണ്. അതിൻ്റെ ഇയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്.
അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് അത് 1987 ഇനാക്ട് ചെയ്യപ്പെട്ട ആക്റ്റാണ്. ഈ പറയുന്ന കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് 1987 ഇനാക്ട് ചെയ്യപ്പെട്ട ആക്റ്റാണ്. സോ ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് 1, 2 and 3 ഉള്ളിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് 1987. 43ാമത്തെ ചോദ്യം ഈസി ചോദ്യമാണ്. ഡാഷ് വാസ് എ റെസൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ UN at the end of 4th World Conference on Women on 15th September 1995. Dash was a resolution adopted by the UN, United Nations, at the end of 4th World Conference on Women on 15th September 1995. സോ ഈ പറയുന്ന കോൺഫറൻസ് ഏതാണെന്ന് നമ്മൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡിക്ലറേഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ബീജിംഗ് ഡിക്ലറേഷൻ ആണ്. ബീജിംഗ് ഡിക്ലറേഷൻ വാസ് എ റെസൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ UN അറ്റ് ദി എൻഡ് ഓഫ് 4th World Conference on Women on 15th September 1995. ബീജിംഗ് ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ബീജിംഗ് ഡിക്ലറേഷൻ ആണ് ഉത്തരം. 44ാമത്തെ ചോദ്യം നോക്കി. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി presently has dash members including the chairman of the committee. Committee on Subordinate Legislation of Kerala Legislative Assembly presently has dash members including the chairman of the committee. Chairman ഉൾപ്പെടെ എത്ര മെമ്പേഴ്സാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ ഉള്ളതെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 9 മെമ്പേഴ്സാണ്. ചെയർമാൻ ഉൾപ്പെടെ 9 മെമ്പേഴ്സാണ് അസ് ഓഫ് നൗ ഉള്ളത്. സോ ഇതിൽ ഇപ്പോഴത്തെ ഈ പറയുന്ന കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 45ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം is or are correct? Which are the following statements regarding employees state insurance scheme is or are correct? So employees state insurance scheme എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അത് കവർ ചെയ്ത് പോകുന്നതാണ്. So ESI scheme is a self-financing health insurance scheme of the government of India that aims at providing assistance to employees in case of sickness, maternity, disablement and death due to employment injury and to provide medical care to insured persons and their families. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1950. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ESI സ്കീം എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സോ രണ്ടാമത്തെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1950 അല്ല, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ 1 only ആണ് ഇതിൽ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഇത് കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. 46ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. കൈൽ is an autonomous body constituted by Government of Kerala. Here L in Kyle stands for. Kyle is an autonomous body constituted by Government of Kerala. Here L in Kyle stands for. കൈൽ എന്ന് പറയുന്ന ഒരു കേരള ഗവൺമെൻറ് സ്ഥാപിച്ചൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഏത് മേഖലയിലുള്ളതാണ് നിങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കൈലിൻ്റെ ഈ എക്സ്പാൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ ഈ പറയുന്ന കൈൽ എന്ന ഈ പദപ്രയോഗത്തിൻ്റെ ഫുൾ എക്സ്പാൻഷൻ അല്ലെ എൽ എന്ന് പറയുന്നത് എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഹിയർ എൽ ഇൻ കൈൽ സ്റ്റാൻഡ്സ് ഫോർ. ഹിയർ എൽ ഇൻ കൈൽ സ്റ്റാൻഡ്സ് ഫോർ ലേബർ. സോ കൈലിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് ഈ പറയുന്ന കൈലിൻ്റെ ഫുൾ എക്സ്പാൻഷൻ. Kerala Institute of Labour and Employment is an autonomous body constituted by the Government of Kerala with the aim of educating and researching in the field of employment. It organizes training programs, workshops and seminars for the workers, trade union representatives, employer representatives and employees of institutions under Department of Labour and Skill. So ഇതാണ് ഈ പറയുന്ന കൈൽ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. 47ാമത്തെ ചോദ്യം നോക്കി. Abhaya Kiranam scheme of Kerala government is associated with the welfare of. Abhaya Kiranam scheme of Kerala government is associated with the welfare of. So Abhaya Kiranam എന്ന് പറയുന്ന സ്കീം ആരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഏത് പർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് അഭയ കിരണം സ്കീം എന്നാണ് ചോദ്യം.
സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഡെസ്റ്റിറ്റ്യൂട്ട് വിഡോസ് ആണ്. ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വിഡോസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് അഭയ കിരണം എന്ന് പറയുന്ന സ്കീം. അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഈയിടെ കൊടുത്തിട്ടുള്ള നോട്ടിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. 8ാമത്തെ ചോദ്യം നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വുമൻ റിലേറ്റഡ് ഇനീഷ്യേറ്റീവ്സ് ഈസ് ഇൻകറക്റ്റ്? Which of the following statements regarding women-related initiatives is incorrect? So 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങളൊന്ന് വായിച്ച് നോക്കി. കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSWDC വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 22nd February 1988 under the aegis of Department of Women and Child Development. Kerala State Women's Development Corporation KSWDC was incorporated on 22nd February 1988 under the aegis of Department of Women and Child Development. അതാണ് ഓപ്ഷൻ എ. രണ്ടാമത്തെ ജെൻഡർ പാർക്ക് ജെൻഡർ പാർക്ക് is an initiative of Women and Child Development Department of Kerala established in 2013 to pioneer gender equity and empowerment in the state. മൂന്നാമത് ജെൻഡർ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം GSLP വാസ് ഇനീഷ്യേറ്റഡ് ബൈ കുടുംബശ്രീ ഇൻ 2007. ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ് ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നൺ ഓഫ് ദി എബവ് ആണ് ഇതിൽ ഉത്തരം. 49ാമത്തെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് കേരള IWDMK is located at Institute for Watershed Development and Management Kerala is located at. സോ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മൾ നോട്ടിൽ കവർ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ഈ പറയുന്ന സ്ഥാപനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ചടയമംഗലത്താണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ചടയമംഗലം ഏത് ജില്ലയിലാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. 50ാമത്തെ അവസാനത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓർ റൂൾസ് ഓർ പോളിസി ആൻഡ് ദ കറസ്പോണ്ടിങ് ഇയർ ഓഫ് ഇനാക്ട്മെൻറ്റ് ഈസ് റോങ്ലി മാച്ച്ഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓർ റൂൾസ് ആൻഡ് പോളിസി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓർ റൂൾസ് ഓർ പോളിസി ആൻഡ് ദർ കറസ്പോണ്ടിങ് ഇയർ ഓഫ് ഇനാക്ട്മെൻറ്റ് ഈസ് റോങ്ലി മാച്ച്. സോ റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ പോളിസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 കൊടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005, സിവിൽ ഡിഫൻസ് ആക്ട് 1968, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് 2006, നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2009. സോ ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് 2006 അല്ല, അത് 2007 ആണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഏകദേശം മൊത്തം കേരള ഗവൺമെൻസിൻ്റെ മൊത്തം സിലബസ് കവർ ചെയ്തുകൊണ്ട് 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാത്സും ഫ്രണ്ട്സും നിങ്ങളിത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറയുക. സോ ഈ പറയുന്ന കേരള PSCയുടെ മാത്സും ടെലിഗ്രാം സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ ഈ പറയുന്ന വീഡിയോസും നമ്മൾ ഇതിന് ശേഷം PDF നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നല്ല രീതിയിൽ റീച്ച് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ മോട്ടിവേഷൻ കിട്ടുന്നത്. സോ ഒരുപാട് എഫേർട്ട് എടുത്ത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടൊരു വീഡിയോ ആണെന്ന് അറിയാം, പക്ഷേ നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓഡിയോയിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും പ്രകാരമാണ് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ താങ്ക് യു.